രശ്മി ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ഹോളി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹോളിയൊക്കെ ആഘോഷിച്ചോ? എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ, പ്രത്യേകിച്ച് എൻ്റെ നാട്ടിലൊന്നും ഈ ഹോളി ഒരു വലിയ കാര്യമായിട്ട് ആഘോഷിക്കുന്നുണ്ടെന്ന്. ഇപ്പം ടൗൺ ഏരിയയിലൊക്കെ ചിലപ്പോൾ ട്രിവാൻഡ്രത്തോ എറണാകുളത്തോ അങ്ങനെയൊക്കെ ആഘോഷിച്ചാലേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ കാര്യമായിട്ട് ആഘോഷിക്കാറില്ല അല്ലേ? അപ്പോൾ ഹോളികാ ദഹൻ എന്നൊരു പരിപാടിയുണ്ട് ഹോളിയുടെ തലേ ദിവസം. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വർഷവും പറഞ്ഞിട്ടുണ്ട്. കുറച്ച് മുമ്പിട്ട ഒരു ഷോർട്ട് വീഡിയോയിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താണ് സംഭവം എന്ന്, എന്തിനു വേണ്ടിയാണ് ഹോളികാ ദഹൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഹോളികാ ദഹനമൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് നമുക്ക് ഹോളി ആഘോഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഹോളികാ ദഹന് മുമ്പ് തന്നെ നമ്മൾ ദീപാവലി പോലെ തന്നെ വീടൊക്കെ വൃത്തിയാക്കും കേട്ടോ. വൃത്തിയാക്കി ഉപ്ടൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടിട്ടില്ലേ, ഉപ്ടൻ ഫേസ് വാഷ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതേപോലെ നാച്ചുറലായിട്ടുള്ള ഉപ്ടൻ തേച്ചിട്ടാണ് തലേ ദിവസം നമ്മൾ കുളിക്കേണ്ടതല്ല, ഉപ്ടൻ തേച്ചിട്ട് ആ ഉപ്ടനൊക്കെ ചുരണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ഈ തീയിലേക്ക് ഇതൊരു ചിതയായിട്ട് സങ്കല്പിച്ചാൽ മതി കേട്ടോ. അതായത് നമ്മുടെ ഹിരണ്യകശിപുവിൻ്റെ സിസ്റ്റർ ഹോളികയും പ്രഹ്ലാദനും കൂടെ പ്രഹ്ലാദനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ ചിതയിലേക്ക് ഇരിക്കുകയാണ്. പക്ഷേ ഹോളിക മരിക്കുകയും പ്രഹ്ലാദൻ രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു കഥയാണ്. അത് ഞാൻ കുറച്ച് മുമ്പിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് പോയി കാണും കേട്ടോ. കുഞ്ഞു വീഡിയോ അല്ലേ, 2-3 മിനിറ്റ് 4 മിനിറ്റ് അങ്ങനെയുള്ള വീഡിയോ ആണ്. അപ്പം അതല്ലെങ്കിൽ എന്താണ് ഹോളികാ ദഹൻ എന്ന് ചുമ്മാ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഇതൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതൊരു കമ്പൽസറി കാര്യമൊന്നും അല്ല. എന്നിരുന്നാലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ വീഡിയോയിലൂടെ പറയാമല്ലോ. അത് കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്തോളൂ. ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയ കാര്യമൊന്നും അല്ല കേട്ടോ. ഇതിങ്ങനെ പറഞ്ഞും കേട്ടും അറിഞ്ഞും ഇങ്ങനെ പണ്ട് തൊട്ട് നമ്മളിങ്ങനെ ആരോടും ചോദിക്കുമല്ലോ എന്താ സംഭവം എന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർ പറയുമ്പോൾ നമ്മളിങ്ങനെ കേട്ടിട്ട് അറിയാത്തവർക്ക് നമ്മൾ പറയുന്നു, അത്രയേ ഉള്ളൂ. ഹോളിയുടെ അന്ന് രാവിലെ 7 മണി ആയപ്പോഴത്തേക്ക് വീടിൻ്റെ മുമ്പിൽ മുട്ടൽ തുടങ്ങി കേട്ടോ. കുട്ടികൾ വന്നിട്ട് കളർ തേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ വീട്ടിലിരിക്കാൻ പറ്റില്ല. വീട്ടിലിരുന്നാൽ എന്താ സംഭവിക്കുക, വീട് മൊത്തം കളറാവും. നമ്മൾക്ക് അന്നല്ല 2 ദിവസത്തേക്ക് പിന്നെ പണിയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ കൂടെയൊക്കെ ഒരു 9 മണി വരെ അവിടെ 9-9:30 വരെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം അവരെയും കൂട്ടി നമ്മുടെ മലയാളി ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോഴേക്കും നമ്മുടെ ചേച്ചിമാർ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അവരെയും കൂട്ടിക്കൊണ്ട് ഇവരുടെ അടുത്തേക്ക് വീണ്ടും വന്നു, ഹിന്ദിക്കാരുടെ അടുത്തേക്ക്. കാരണം എൻ്റെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സും സൗത്ത് ഇന്ത്യൻ ഫ്രണ്ട്സും കൂടെ ഒരുമിച്ചൊരു പ്രോഗ്രാമിന് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശമ്പൂട്ടൻ്റെ ബർത്ത്ഡേക്കാണ് കേട്ടോ. അല്ലാണ്ട് അവരങ്ങനെ ഒരുമിച്ച് കൂടാറില്ല. അപ്പോൾ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, മലയാളീസിൻ്റെ അടുത്തേക്ക് പോവാമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് അവിടെ പോയപ്പോൾ അവിടുന്ന് അവർ എന്നെ കൂട്ടിക്കൊണ്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. അതായത് മലയാളികളെ കൂട്ടിക്കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് കുറച്ച് നേരം എല്ലാവരും കൂടെ ടൈം ഒക്കെ സ്പെൻഡ് ചെയ്ത് നമ്മുടെ സന്തോഷമെല്ലാം ഷെയർ ചെയ്ത് എല്ലാവർക്കും കളറൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അതാണ് നമ്മുടെ മെയിൻ ഒരു കാര്യം, ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര വിരൂപമായാലും ഇപ്പം എന്നെ കണ്ടില്ല എന്ത് കോലത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഏത് കോലമായാലും നമ്മളിതൊരു മെമ്മറിയാണ്. കഴിഞ്ഞ വർഷത്തെ ആൾക്കാരൊന്നും പകുതിയില്ല ഇവിടെ. ഇപ്പോൾ എല്ലാവരും ട്രാൻസ്ഫർ പോയി, നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമല്ലേ. അടുത്ത വർഷം ഞാനിനി ഈ സമയത്ത് എവിടെയാണെന്ന് എനിക്കും അറിയില്ല, അതേപോലെ ഇവരൊക്കെ എവിടെയായിരിക്കും ഒന്നും ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ നീമു വരാൻ ലേറ്റ് ആയിരുന്നു. അവർ വന്നപ്പോഴത്തേക്ക് എല്ലാവരുടെ പോയി ആക്രമിച്ച് അറ്റാക്ക് ചെയ്ത് അവരുടെ മുഖത്തെല്ലാം തേച്ചു കേട്ടോ. പൊതുവേ ഈ ദിവസങ്ങളിൽ എല്ലാവരും വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരിക. നമ്മൾ പിന്നെ ഏറ്റവും മോശം അലക്കാനല്ല കളയാനുള്ള ഡ്രസ്സാണ് കേട്ടോ ഇട്ടത്. കാരണം ഇത് അലക്കിയെടുക്കുക എന്ന് പറഞ്ഞ ഒരു ടാസ്ക്കാണ്, നമ്മളെ കൊണ്ട് കഴിയാത്തൊരു പണിയാണ്. എത്ര അലക്കിയാലും അതിൻ്റെ കളർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കാരണം അങ്ങനെ വാരി പൊത്തല്ലേ. കളർ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ വാട്ടർ ഗണ്ണും മേടിച്ചിട്ടുണ്ടല്ലോ, എല്ലാവരും ബക്കറ്റിലൊക്കെ വെള്ളം കലക്കി നമ്മുടെ തലവഴി ഒഴിക്കും. അപ്പോൾ ഈ കളറും വെള്ളവും കൂടെ മിക്സ് ആയിട്ട് നല്ല സ്റ്റെയിനാവും, ഒരിക്കലും പോവില്ല അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളയാണ് ഭംഗി, വെള്ളയാണ് പൊതുവേ ഇന്നത്തെ ദിവസം ഇടേണ്ടത്. പക്ഷേ നമ്മൾ അങ്ങനെ കളയാൻ വേണ്ടിയുള്ളത് ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ
ഇന്നലെ ഹോളിക ദഹൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് നമ്മൾ പ്യുവർ ആണെന്നാണ്. അപ്പം ആ ഒരു പ്യൂരിറ്റിയുടെ ഒരു കളറാണല്ലോ വൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇടേണ്ടത്. അതിലേക്ക് പുതിയ പുതിയ വർണ്ണങ്ങൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൻ്റെ പുതിയ കാഴ്ചപ്പാടുകൾ, പല കളർ ചേർക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലെ പല പോസിറ്റീവായിട്ടുള്ള പല പല കഴിവുകളെ ഉത്തേജിപ്പിക്കുക, അല്ലെങ്കിൽ പല നല്ലത് പ്ലസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നതാണ് ഈ കളേഴ്സ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് വൈറ്റിലാണ് ഏറ്റവും നന്നായിട്ട് പ്രതിഫലിക്കുക. അപ്പോൾ അങ്ങനെയാണ് വൈറ്റ് ഇടണമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അതിനുശേഷം നമ്മളിതാ കുട്ടികൾ വാട്ടർ ബലൂൺ എറിഞ്ഞ് കളിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തൊട്ട് വാട്ടർ ബലൂൺ നിറയ്ക്കലായിരുന്നു എൻ്റെ പണി കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് അത് കഴിയുമല്ലോ. അതിനായിരുന്നു നമ്മൾ മേടിച്ച് കൂട്ടിയിരിക്കുന്നതെല്ലാം ഒരു സൈഡിൽ നിന്ന് എല്ലാവരും നിറയ്ക്കുന്നു, ഒരു സൈഡിൽ നിന്ന് നമ്മൾ എറിഞ്ഞു പൊട്ടിക്കുന്നു. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ആർക്കും വലിയ ശല്യമില്ലാത്തൊരു സ്ഥലത്തേക്ക് നമ്മളങ്ങ് മാറി. കാരണം നമ്മളെയും വേറെ ആരും അറ്റാക്ക് ചെയ്യാൻ പാടില്ലല്ലോ അധികമായിട്ട്. പിന്നെ പ്രശ്നം ഇതാണ്, ചെവിയിലും അതേപോലെ കണ്ണിലും ഒക്കെ ശമ്പുട്ടനൊക്കെ കളർ എറിഞ്ഞിട്ട് രഞ്ജേട്ടൻ്റെ കണ്ണിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ കണ്ണിലൊക്കെ വീണാലും കുറച്ച് നമുക്ക് നീറും. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം മേടിച്ചത് ഹെർബലാണ് മേടിച്ചത്. പക്ഷെ കാര്യമില്ല, കളേഴ്സ് അല്ലേ, എല്ലാം മോശം തന്നെയാണ്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പണ്ട് സുഗന്ധ തൈലങ്ങളും ലേപനങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളാണ്, നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് ദേഹത്ത് പല കളറിൽ തേച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അത് പ്യുവർ കളറായിട്ട് മാറി. ചിലപ്പം സ്മെല്ലും കൂടെ ആഡ് ചെയ്തിട്ടുള്ള കളറൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പിന്നെ നമുക്ക് കണ്ടതിൽ വെച്ച് ബെറ്റർ ആയിട്ടുള്ള ഹെൽത്തി ഹെർബൽ കളേഴ്സാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. കുറച്ച് അതിൻ്റെ വില ഡിഫറൻസ് വരും, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവരും വേറൊരു ഏരിയയിൽ നിന്ന് വന്നതാണ് കേട്ടോ. കാരണം നമ്മളെല്ലാവരും പല പല സ്ഥലത്താണല്ലോ താമസിക്കുന്നത്. ഇങ്ങനൊരു പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വിളിക്കുമ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്നു, അങ്ങനെ ഒരുമിച്ച് കൂടുന്നു. രഞ്ജേട്ടൻ കുറച്ച് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഓഫീസിലൊക്കെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെയാണ് കേട്ടോ പിന്നെയാണ് വരുന്നത്. അപ്പോഴത്തേക്ക് രഞ്ജേട്ടൻ എല്ലാവരെയും വിഷ് ചെയ്യാണ്. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിരുന്നു. പിന്നെ രഞ്ജേട്ടൻ തന്നെ കൊണ്ടുവന്ന കളർ എടുത്തിട്ട് നമ്മൾ രഞ്ജേട്ടനെ വിഷ് ചെയ്തു. ഇപ്പം എറിഞ്ഞില്ലേ, ശമ്പു എറിഞ്ഞതാണ് കേട്ടോ രഞ്ജേട്ടൻ്റെ കണ്ണിലേ വീണത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുഞ്ഞിപ്പെണ്ണ്, ഇവർ ട്വിൻസാണ് കേട്ടോ, ധ്വനിയും ധ്രുവയും. അപ്പോൾ അവരുടെ കൂടെയൊക്കെ അവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ വീട്ടിലിരുന്നാലില്ലേ നമ്മളെ ദേഹം ഒന്നും മോശമാവില്ലായിരിക്കും. പക്ഷേ ഇത് അടുത്ത വർഷം നമുക്ക് നല്ലൊരു മെമ്മറിയാണ്. അടുത്ത വർഷം നമുക്ക് ഈ ലൈഫല്ലല്ലോ എന്തായാലും, നമ്മളെ സംബന്ധിച്ച് ഒരേ ലൈഫല്ല നമുക്ക് ഓരോ വർഷവും. അപ്പോൾ അടുത്ത വർഷം നമുക്കിത് ഓർക്കുമ്പോൾ, അതായത് ആരെങ്കിലും ഹോളി ആഘോഷിക്കാത്തവരുണ്ടെങ്കിൽ അവർക്കിത് ഓർക്കുമ്പം ഭയങ്കര ഒരു നല്ല ഫീലായിരിക്കും. അയ്യോ കഴിഞ്ഞ വർഷം നമ്മൾ നല്ല രസമായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമല്ലോ. അപ്പോൾ അതൊരു നല്ല ഫീലാണ്. അത് ഓർക്കുമ്പോഴാണ് നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തും ഫോട്ടോ ഒക്കെ എടുത്തും വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇതാവുന്നത് കേട്ടോ. അപ്പോൾ അത് മേൽ പറഞ്ഞ പോലെ നമ്മൾ ഉണ്ടായിരുന്ന വാട്ടർ ബലൂൺ എല്ലാം എറിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത സെറ്റ് നമ്മൾ വീർപ്പിക്കാൻ തുടങ്ങി. ഇതാണ് കേട്ടോ ടൈം എടുക്കുന്ന പണി എന്ന് പറഞ്ഞാൽ. രാത്രിയിലെ നമ്മളിതെല്ലാം വീർപ്പിച്ച് ബക്കറ്റിലാക്കി വെക്കണം. എന്നാലാണ് രാവിലെ ഒരു 7 മണി തൊട്ട് നമുക്ക് എറിഞ്ഞ് എല്ലാവരെയും വിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഈ ഒരു വാട്ടർ ബലൂണും കൂടെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാം എന്നുള്ള രീതിയിൽ വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെയാണല്ലോ വന്നിരിക്കുന്നത്. 7 മണി 6:45 7 മണി ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അവിടുത്തെ കളിയും ഇവിടുത്തെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു ഓരോ സ്ഥലത്തേക്ക് വന്നിട്ടാണല്ലോ നമ്മൾ കളിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം എടുത്തിട്ട് രാവിലെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ചിലപ്പോൾ ഈ കുട്ടികൾ വന്ന് വിളിക്കുമ്പോഴായിരിക്കും നമ്മൾ ഉണരുക. അങ്ങനെ ഇന്നലെ രാത്രി ലേറ്റായി ഉറങ്ങാനായിട്ട്. അപ്പോൾ ഇപ്പോൾ കുട്ടികൾ വന്നപ്പോൾ എണീപ്പിച്ച് വേഗം ശംഭുവിനെ ഫ്രഷ് ആക്കിയിട്ട് ഒരു ഗ്ലാസ് പാല് മാത്രം കുടിച്ചിട്ട് കളിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നുണ്ട് നമുക്ക് പോവാം ശരി എന്ന് വിചാരിച്ചു. കാരണം എനിക്കിനി ചെന്നിട്ട് വേണം ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വിചാരിച്ച് ശരി ലാസ്റ്റ് ഒരു കലാശക്കൊട്ട് പോലെ നമ്മൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണേ.
ശംഭുവാണ് പൊട്ടിച്ചത് നേരത്തെ. ഫോണിലൂടെ രക്ഷപ്പെട്ടു. അങ്ങനെ ഹാപ്പി ഹോളി എല്ലാം പറഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിക്കാതെ നേരെ പോകുന്നത് ചോട്ടാ ബാലു ആണ് കേട്ടോ. ബീച്ചിലേക്കാണ്. കാരണം പെട്ടെന്നൊരു തീരുമാനമായിരുന്നു, ഇനി ഈ ഒരു കളറും ഈ ഒരു വെള്ളവും എല്ലാം ആയിട്ട് വീട്ടിലേക്ക് ചെന്ന് കയറിയ എല്ലാവരുടെയും വീട് വൃത്തികേടാവും. അതുകൊണ്ട് നമുക്ക് ബീച്ചിൽ പോയിട്ട് കുളിച്ചിട്ട് പോകാം, വീട്ടിലേക്ക് പോകാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. ഇതൊരു ആദ്യത്തെ തീരുമാനമല്ല, പൊതുവെ എല്ലായിടത്തും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു പബ്ലിക്കായിട്ടുള്ള പ്ലേസിൽ പോയി ഫ്രഷ് ആയിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യാം. ഇതില്ലാത്തടത്ത് പുറത്തേക്ക് വെള്ളം പമ്പ് വഴി ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ കുളിക്കും. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കടലടുത്തായതുകൊണ്ട് കാർവാറിലെ നമ്മുടെ പഴയ ഹോളിയൊക്കെ എടുത്ത് നോക്കിയാൽ മതി കേട്ടോ, അറിയാം. അപ്പോൾ നമ്മൾ അങ്ങനെ ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വഴി വെച്ചിട്ട് നമ്മൾ കഴിച്ചിട്ടില്ല എന്ന് അറിഞ്ഞിട്ട് സ്വപ്നേച്ചി ഇങ്ങനെ പറയണം, എന്തായാലും ഭക്ഷണം മേടിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ, അതുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാമെന്ന് കരുതി നമ്മൾ കുറച്ച് പഴമൊക്കെ മേടിച്ചു. എത്രയാണെന്നൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ ഒരു കൊലയല്ല, അവിടെ തൂക്കിയിട്ടിരുന്ന അത്രയും ഇങ്ങ് എടുത്തു. അതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി പോകാനുണ്ട്, കുറച്ചധികം ദൂരമുണ്ട്. അടുത്ത് വേറെ ബീച്ചുകളുണ്ടെങ്കിലും നമ്മൾ എത്തിപ്പെട്ടത് ചോട്ടാ ബാലു ബീച്ചിലാണ്. ചോട്ടാ ബാലു ബഡാ ബാലു ഒക്കെ നമ്മൾ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. ബഡാ ബാലുവിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പഴയ വീഡിയോ കണ്ടാൽ അറിയാം കേട്ടോ. എന്നിട്ട് പോകുന്ന വഴിക്ക് ഇനി പഴം മതിയായില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് നമ്മൾ കുറച്ച് സ്നാക്സ് മേടിച്ചു. നമ്മുടെ നാട്ടിലെ ഉണ്ടം പൊരിയും പിന്നെ വെട്ട് കേക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. അത് അങ്ങനെ എണ്ണം വെച്ചിട്ട് അങ്ങനെയൊന്നുമല്ല മേടിച്ചത്. എത്രയുണ്ടോ അവിടെ കടയിൽ എത്രയുണ്ടോ അത് ഫുള്ള് നമ്മൾ പാക്ക് ചെയ്ത് എടുത്തു കേട്ടോ. കാരണം എല്ലാം കഴിയാനായിരുന്നു, കടകളൊക്കെ ഇന്നിനി ഉച്ചയ്ക്ക് ശേഷം പൂട്ടാനായിരുന്നു. അങ്ങനെ നമ്മൾ പോന്നു. അപ്പോൾ വഴിയിൽ നിന്ന് വേറെ ഒരു ഫാമിലി, അതായത് നമ്മുടെ നീമും ഫാമിലിയൊക്കെ കുറച്ച് ബിരിയാണിയൊക്കെ മേടിച്ചു. അങ്ങനെ അവിടെ പോയിട്ട് കഴിക്കാം എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും നേരെ ചോട്ടാ ബാലു ബീച്ചിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ചോട്ടാ ബാലു ബീച്ചിലെത്തി. ബഡാ ബാലു ബീച്ചിൻ്റെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ചോട്ടാ ബാലുവിലെത്തിയിട്ട് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം വേഗം കഴിച്ചു. ബിരിയാണി കൊണ്ടുവന്നവർ മാത്രം കുറച്ച് ലേറ്റായി എത്താനായിട്ട്, പക്ഷേ കണ്ണ് കാണാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് നമ്മൾ മേടിച്ച ഭക്ഷണത്തിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറേ സ്നാക്സൊക്കെ മേടിച്ച് പഴമൊക്കെ മേടിച്ച് എല്ലാം കഴിച്ചു. അങ്ങനെ ബിരിയാണിയൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കഴിച്ചിട്ട് നേരെ പോയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. വെള്ളത്തിൽ കുറേ നേരം കളിച്ച് കുറച്ച് സോപ്പെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉപ്പ് വെള്ളത്തിലല്ലേ, അത് സോപ്പ് പതയില്ലല്ലോ. എന്നാലും ഒരുവിധം ഒന്ന് കൈ വൃത്തിയായതിന് പൊടിയെല്ലാം കളഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് കയറി പോന്നു. അപ്പോഴത്തേക്ക് എന്താ വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ കാലിൽ, ശമ്പൂട്ടിൻ്റെ ഒക്കെ കാലിൽ എന്തോ ഒരു സാധനം ഇങ്ങനെ ആൽഗെ പോലെ എന്തോ ഒന്ന് കൊണ്ടിട്ട് അവർക്ക് ചൊറിയാനൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് പോന്നു. കാരണം അധികം നിന്നിട്ട് ഇനി കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട എന്ന് കരുതിയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചോട്ടാ ബാലു ബീച്ചിൽ ഞങ്ങളുടെ ഹോളി എൻഡ് ചെയ്തു. അവിടെ നിന്ന് കുളിച്ച് ഫ്രഷായി വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തിയ പാടെ ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം കുറച്ച് നേരം ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. കാരണം ഇന്ന് തന്നെ ഈ വീഡിയോ ഇടണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എല്ലാ വീഡിയോയും നമ്മൾ കുറേ ഡിലേ ആക്കിയിട്ടല്ലേ ഇടുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഹാപ്പി ഹോളി. എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരും ഷെയർ ചെയ്ത് സന്തോഷമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് അധികമുള്ളതെല്ലാം ഷെയർ ചെയ്ത് സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ നിങ്ങളുടെ സ്വന്തം ലക്ഷ്മി.